ഹലോ ഫ്രണ്ട്സ്, ഫുഡ് പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിച്ചു പരത്തിയ കോഴിയാണ്. അടിച്ചു പരത്തിയിട്ട് അപ്പോൾ ഈ അടിച്ചു പരത്തിയ കോഴി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടിച്ചു പരത്തിയ കോഴി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. കോഴിയൊന്നും നമുക്ക് ആദ്യം തന്നെ നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കോഴിൻ്റെ ഈ കഴുത്ത് തൊട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഇവിടെ നിന്ന് അപ്പോൾ കോഴിൻ്റെ നട്ടെല്ലാം നമ്മളങ്ങനെ എടുത്തിട്ട് ഈ സെൻറ്റർ ഭാഗം ഉണ്ടാവും, ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വരയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ കോഴിനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കും. അപ്പോൾ സംഗതി ഏകദേശം പരന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത കോഴി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ കോഴിനെ അടിച്ച് പരത്താൻ പോണത്. ചുറ്റികയിൽ അലുമിനിയം ഫോയിൽ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് നമ്മൾ ഈ ചിക്കനെ അടിച്ച് തന്നെ പരത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിക്കനെ ഫുള്ളായി വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അടിച്ച് പരത്തുന്നത്. അപ്പോൾ പിന്നെ കയ്യിലടിക്കല്ലേ, ഇവൻ ചിരിക്കുന്നതിൻ്റെ തിരക്കിലേക്ക്. നീ ചിരിച്ചോ കുഴപ്പമില്ല, പക്ഷേ പണിയെടുക്കുമ്പോൾ നോക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇത് അടിച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേക്കത്തില്ല. അപ്പോൾ അടിച്ചു പരത്തിയ കോഴിക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുവപ്പ് കളർ മസാല. നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് 2 മസാലയാണ്, പച്ചയും ചുവപ്പുമാണ്. ആദ്യം നമുക്ക് ചുവപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതുപോലെ സവാള അരച്ചെടുത്തത്. അടുത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ചുവപ്പ് മസാല റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പച്ച റെഡിയാക്കാം. ഇനി നമുക്ക് പച്ച മസാല തയ്യാറാക്കിയെടുക്കാം. ചുവപ്പ് പോലെ തന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി സവാള പേസ്റ്റ്, ഇനി പച്ചമുളക് പേസ്റ്റ്, ഇനി പുതിനയും കറിവേപ്പിലയുള്ള അടിച്ചരച്ച പേസ്റ്റ്. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി അല്പം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനെ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ പൊളി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അടിച്ചു പരത്തിയ കോഴിയിലേക്ക് നമുക്ക് ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഇവിടെ നിന്ന് സെറ്റാക്കി വെക്കാം മസാല.
അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് 2 കോഴിയിലും. ഇനി 3ാമത്തെ കോഴിയിൽ എന്താ ചെയ്യുക സോല? ചോപ്പ് കുറച്ച് ബാക്കിയുണ്ട്, പച്ച കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് ഒരു ഹാഫ് ചോപ്പ് ഹാഫ് പച്ച ആക്കിയാലോ? അയ്യോ അത് പൊളിക്കും അല്ലേ? നമുക്ക് ഇവിടെ വിറകൊക്കെ നന്നായി കത്തി പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കനലിട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിൽ വെച്ച് കൊടുക്കാം ഗ്രില്ലിൽ. നമുക്കിതിൽ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചിക്കനെ പതുക്കെ ഒന്ന് തിരിച്ചിടാം. ഭയങ്കര ചൂടുണ്ട്, പക്ഷേ വെന്തതിനത് പൊട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് വെന്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാലൊക്കെ ചിലപ്പോൾ വേറെ വിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മുകളിലൊക്കെ നമുക്ക് നന്നായി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശരിക്കും ഒരു 40 മിനിറ്റോളം ആയി നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ ഇതിന് ചെറുതായിട്ടാണ് നമ്മൾ കനൽ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് റൗണ്ട് ആക്കിയിട്ട് 1 മണിക്കൂറിൽ കറക്റ്റ് സെറ്റ് ആവും. മണം വരുന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് തണുപ്പില്ല, കഴിക്കണം. നല്ല ചൂട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ സ്ഥല? അപ്പോൾ ഈ സൈഡ് മാത്രമേ ചൂടുള്ളൂ, അതാണ് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. കാലിതിൻ്റെ ചെറുതേ വിട്ടിട്ടുണ്ട്. എന്താ മണല്ലേ? എന്താ ചെയ്യാ, സെറ്റ് സാധനം. ടേസ്റ്റ് ചെയ്യല്ലേ ഇതല്ലേ? ഓക്കെ, അടിച്ചു പരത്തി കോഴി. ഇപ്പോൾ ഇത് ഓൾറെഡി അപ്പോഴേ വിട്ടു വന്ന പീസാണ്. ചൂട് ആ കനലിൻ്റെ വേവ് ചൂട് കാരണം ഓൾറെഡി വിട്ടു വന്നതാണ്. ടേസ്റ്റ് ചെയ്യാം. മയോണൈസ് ഉണ്ടോ? സംഭവം കിടക്കൂലേ? രക്ഷയില്ല മോനെ. അപ്പോൾ നമുക്ക് ചിക്കനിൽ വരയിടാണ്ട് തന്നെ ഉള്ളിൽ മസാലയും കയറും. ഉള്ളൊക്കെ നന്നായി അടിപൊളി ഇതെങ്ങനെ വെന്തും കിട്ടും. ഇതിൻ്റെ പീസൊക്കെ ഉണ്ടതാ ഉള്ളു വരെ നന്നായി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മൈനസ് മുക്കിയിട്ട് നല്ല എരിവുണ്ട്, അടിപൊളി. മസാല കട്ടക്കി പിടിച്ചിട്ടുണ്ട് ആ ചോപ്പിൻ്റെ ഒക്കെ. ഓ, മൈനസിൽ മുട്ടിയിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഒന്നും പറയാൻ രക്ഷയില്ല. ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറയണ്ട, ഞാൻ കഴിക്കണ തന്നെ അറിയില്ല എങ്ങനെയുണ്ട്. അമ്മാരി വേവാണ് കണ്ട, കട്ടയില്ലേ. അങ്ങനെ തൊടുമ്പത്തിന് ഞാൻ കയ്യിലങ്ങനെ ഇട്ട് വന്നു ചിക്കൻ. അമ്മാരി
എമ്മ വേവ്. ജ്യൂസി ചിക്കൻ അല്ലേ? സംഭവം റെഡ് നല്ല എരിവുണ്ട് അല്ലേ? മയണസ് നോക്കിയിട്ട് പുതിന ചിക്കന് അടിപൊളിയുണ്ടല്ലേ പച്ച? അല്ല പുതിനേൻ്റെ ഫ്ലേവർ ഉണ്ട്. പക്ഷേ വീഡിയോ കാണുമ്പോൾ വന്നിട്ട് രണ്ടും ഏകദേശം ഒരേപോലെ വെന്തപ്പോൾ സെയിം ഒരേപോലെ ഉണ്ട് കാണാൻ. ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ സുഹൃത്തേ. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഈ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നോക്കുക അടിപൊളിയായി വെന്തിട്ട്. ടേസ്റ്റ് നോക്ക് എങ്ങനെ വെന്ത് നോക്ക്. ഇമ്മാരി വേവ് തൊടുമ്പോഴത്തേനിതാ എന്താ അല്ലേ? ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഇനി ചുറ്റിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മുടെ സാധാരണ ചെറിയ അമ്മികളുണ്ടല്ലോ കുത്തുന്നത്, അതുകൊണ്ട് അടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ സാധാ ഒരു കല്ലെടുത്തിട്ടായാലും ഇങ്ങനെ അടിച്ചിങ്ങനെ പരത്തിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ഈ വീഡിയോ മാത്രമല്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും, ചാനലിൽ മുന്നോട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ ലഭിക്കുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.